നമസ്കാരം, പത്രവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആതിര, എന്നോടൊപ്പം സുവിത്ത്. ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് മനോരമയിൽ ശരിക്കും കാണുന്നത് മെസ്സിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും അറിയാം, മെസ്സി 3 ഗോള് ഹാട്രിക് അടിച്ചത്. അതാണ് മെയിനായിട്ട് ഇപ്പോൾ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നിരാശയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ. കാരണം പോർച്ചുഗൽ പോരാത്തതിന് എതിർവശത്ത് കോങ്കോണ്. അതങ്ങനെ കേട്ട് കേൾവി ഇല്ലാത്തൊരു രാജ്യമാണ്. അപ്പോൾ പോർച്ചുഗൽ അടിച്ച് തൂഫാനാക്കുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അവിടെയും നിരാശയായിരുന്നു ക്രിസ്ത്യാനോന്റെ ഫാൻസിനുണ്ടായിരുന്നത്. ഫ്രാൻസ് എന്തായാലും നല്ല രീതിയിൽ ജയിച്ചു. പക്ഷെ എന്നാലും പോർച്ചുഗൽ കോങ്കോയുടെ കൂടെ കളിച്ചപ്പോൾ 1-1 സമനിലയിൽ അത് നിന്നുപോയി. അപ്പം നല്ലൊരു തുടക്കം കിട്ടിയത് എന്തായാലും മെസ്സിക്ക് എംബാപ്പയ്ക്കും ആയിരുന്നു. അതാണ് മിക്ക പേജിലും ഫ്രണ്ടിലും ഉള്ളത്. അതുപോലെ PMC ഉപാധികളോടെ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ വിവാദ കേന്ദ്ര പദ്ധതി PMC ഉപാധികളോടെ നടപ്പിലാക്കാൻ UDF സർക്കാർ തീരുമാനിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിടുകയും കേന്ദ്രം തടഞ്ഞുവെച്ചിരുന്ന പണം വാങ്ങുകയും ചെയ്തതിനാൽ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാനം നിയമപരമായി നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഒപ്പിട്ട് പൈസ മേടിച്ചു എന്നാണ് പറയുന്നത്. അതും 99 കോടിയാണ് ഇതിൽ പറയുന്നത്. അതും ഫയലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പൈസ മേടിച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ശിവൻകുട്ടി അദ്ദേഹം പറയുന്നത് പൈസ മേടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ CMRL കേസ് EDയുടെ ചോദ്യം ചെയ്യൽ അരമണിക്കൂറായിരുന്നു. ഇതിൽ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകൾ തനിക്ക് മനസ്സറിവില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകിയത്. ഇതിൽ സ്വന്തമായി പൈസ കൊടുത്തിട്ട് തനിക്ക് മനസ്സറിവില്ലെന്ന് പറയുന്നതിൽ എന്താണ് ആള് വ്യക്തമാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ആർക്കും. പക്ഷെ ഇതിൽ എന്തോ ഒരു കളി നടക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അതെ, ഒരു ബിസിനസ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരാൾക്ക് 232 അങ്ങനെ എന്തോ ബാങ്ക് അക്കൗണ്ടാണ് വീണ വിജയന്റെ കയ്യിൽ ഉണ്ട് എന്നാ പറയണത്. ഒരാൾക്ക് അത്രയും ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ അത്രയും ബാങ്ക് അക്കൗണ്ടിൽ ചെറിയ എമൗണ്ട് വന്നിരിക്കണം. വീണ്ടും വിളിപ്പിക്കുമെന്നാണ് ED പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്ത് പരിശോധന സമയത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായി. അപ്പം കൂടുതലും സുരക്ഷയിലാണ് ഇന്നലെ ചോദ്യം ചെയ്യൽ നടന്നത്. ഇനിയും വിളിപ്പിക്കും, അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരി അത് വ്യക്തമാക്കാതെ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇല്ല, എന്തായാലും ഭരണം മാറിയപ്പോ വീണ പോലെ തന്നെയായി ശരിക്കും പറഞ്ഞ പേര് പോലെ. പിന്നെ മിക്കയിലും ഫ്രണ്ട് പേജിലുള്ള ഒരു ന്യൂസ് എന്താ വെച്ചാൽ, കോൺഗ്രസ് പാർട്ടി വന്നിട്ട് ഇപ്പോൾ 1 മാസം തികയാണ്. 1 മാസത്തിനുള്ളിൽ അവർ ചെയ്ത കാര്യങ്ങൾ മെയിനായിട്ട് ഓപ്പറേഷൻ തൂഫാനും ബസ് ഫ്രീ ആക്കിയതുമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ബസ് ഫ്രീ ആക്കിയതിൽ പേഴ്സണലി എനിക്ക് ഭയങ്കര അതിർത്തിയാണ്, എനിക്കിഷ്ടമല്ല. പക്ഷെ വേറൊരു രസകരമായ ഒരു സംഭവം ഉണ്ടായി. എന്തെങ്കിലും മണ്ടത്തരം പറയണമെങ്കിലില്ലേ, അത് CPMകാർ അല്ലാണ്ട് വേറെ ആരും മണ്ടത്തരങ്ങൾ വിളിച്ച് പറയില്ല. കോൺഗ്രസ്സുകാർ കാണിച്ച തടി തപ്പായിരിക്കും, പക്ഷെ CPMകാരാണ് എപ്പോഴും മണ്ടത്തരങ്ങൾ പറയാം. കാരണം KSRTC ബസ് ഫ്രീ ആക്കിയപ്പോൾ PK ശ്രീമതി ഒരു മണ്ടത്തരം വിളിച്ച് പറഞ്ഞു. എന്താ വെച്ചാൽ ബസ്സിന്റെ ടൈം കൂട്ടണം എന്നുള്ളത്. അപ്പോൾ ഒരു റിപ്പോർട്ടർ സ്വാഭാവികമായിട്ടും ചോദിച്ചു, അങ്ങനെ ടൈം ഇല്ലല്ലോ എന്നുള്ളത്. എപ്പോഴും അവര് ജോലി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ബസ് കിട്ടുന്നുണ്ട്, എല്ലാ സമയത്തും KSRTC ലഭ്യമാണ്, ഓൾറെഡി 24 hours ലഭ്യമാണ്. അപ്പോൾ ഇവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ, ഇവിടെ പാളിയത് PK ശ്രീമതിക്കല്ല, അവിടെ ദേശാഭിമാനിയിലും കൈരളിയിലും ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. KSRTC ബസ് സൗജന്യം തുടങ്ങി രാവിലെ 9 മണി മുതലാണ് എന്നാണ് അവര് കൊടുത്തത്. അപ്പൊ PK ശ്രീമതി എന്താ വിചാരിച്ചത്, അപ്പോ 9 മണി മുതൽ മാത്രമേ KSRTC ഫ്രീ ഉള്ളൂ എന്നുള്ളത്. അതിൽ ഒരു പത്രം നോക്കാതെ മറ്റു പത്രങ്ങളും അല്ലെങ്കിൽ ഒത്തിരി ഇതുണ്ടല്ലോ, അറിയാൻ പറ്റുമല്ലോ, അതൊക്കെ നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പാർട്ടി പത്രം പറയുമ്പോൾ അതിൽ മൊത്തം കള്ളത്തരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും CPMകാർക്ക് ഇല്ല എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നണത്. അതും ഒരു സാധാരണക്കാരനാണെങ്കിൽ ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു എന്ന് വരാം. അത് ഒരു പാർട്ടിയിലെ തലപ്പത്തിൽ നിൽക്കണം, പോരാത്തതിന് ലോകസഭയിലെ ഒരു 16ാമത്തെ മെമ്പർ അങ്ങനെ എന്തോ ആണ്. മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറയാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോ. പക്ഷെ അതെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ടെലഗ്രാമിൽ നടക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങള്. ഇന്നലത്തെ ഒരു മെയിൻ ന്യൂസ് ആയിരുന്നു ഇത്. IGNOU ചോദ്യക്കടലാസ് ടെലഗ്രാമിൽ വിൽപ്പനയ്ക്ക് വെച്ചെന്ന് പരാതി. മെസ്സേജ് ആപ്ലിക്കേഷൻ ടെലഗ്രാമിൽ നടക്കുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും അതിന്റെ വിശദാംശങ്ങൾ ഇന്ന് ഹാജരാക്കുമെന്നും കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ. നീറ്റ് UG പുനർപരീക്ഷയ്ക്ക് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്കിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത് ടെലഗ്രാമിൽ കൂടെ തന്നെ അല്ലല്ലോ ചോദ്യപേപ്പർ
ഇതാകുന്നത്. എല്ലാ മിക്ക ആപ്പുകളിലും ഉണ്ട്. അതിപ്പോ ഒരെണ്ണത്തിനെ മാത്രം മാറ്റി നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അത് നിർത്തലാക്കുന്നതിൽ ഒരു ഇതുമില്ല. ദുരുപയോഗം ചെയ്യുന്ന ആപ്പുകളുണ്ട്, പക്ഷേ അത് എല്ലാത്തിലും ഇല്ല. എല്ലാത്തിലും മോശവുമുണ്ട് നല്ലതുമുണ്ട്. അതിൽ ആരാണോ അതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ളത് അത് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് ഇത് നിർത്തലാക്കാനുള്ള നടപടി സ്വീകരിക്കണം. ടെലഗ്രാം ഇപ്പൊ ഒരാഴ്ചക്ക് ബാനാണ്, ഒന്നും കിട്ടണമൊന്നുമില്ല ആർക്കും. മിക്കവരും ടെലഗ്രാമിൽ നിന്ന് സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടാണ് കാണാറുള്ളത്. അത് പേഴ്സണലി ടെലഗ്രാം എന്തായാലും നിർത്തിയത് എനിക്ക് സന്തോഷമാണ്. കാരണം നമ്മൾ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യണവരാണ്. അപ്പോൾ നമുക്ക് പേഴ്സണലി ഒരു സിനിമ OTT-യിൽ വന്നിട്ട് അത് നെറ്റ്ഫ്ലിക്സിലൂടെ കാണുമ്പോഴാണ് അതിൽ വരുമാനം വരുള്ളൂ. ഇത് ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് കാണുന്നത് ഒരു നന്നല്ലാത്ത പരിപാടിയാണ്. തിയേറ്ററിലും രക്ഷയില്ല, OTT-യിലും രക്ഷയില്ല, പക്ഷെ എല്ലാവർക്കും സിനിമയും കാണണം. അതെ, പക്ഷെ ടെലഗ്രാമിലൂടെയാണ് ഇപ്പൊ കൂടുതലും ഓരോന്ന് നടക്കുന്നത്. അത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ നീറ്റ് പുനർപരീക്ഷ സ്റ്റേ ആവശ്യം അടിയന്തരമായി പരിഗണിക്കുന്നില്ല. പുനർപരീക്ഷ ഇതുവരെ അതിനുള്ളൊരു ഡേറ്റ് ഇതുവരെ അവര് പറഞ്ഞിട്ടില്ല. അതുപോലെ 2 വിദ്യാർത്ഥികൾ കൂടാണ് അതിന്റെ പേരിൽ ജീവൻ ഒടുക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഒരു കുട്ടി ജീവൻ ഒടുക്കിയായിരുന്നു. ഇങ്ങനെ പരീക്ഷകളുടെ പേരിലും അത് അല്ലെങ്കിൽ അതിൽ മാർക്ക് കുറഞ്ഞു എന്ന പേരിലും ഒക്കെ കുട്ടികൾ ഇപ്പം കൂടുതലും ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ കൂടുതലും അത് അങ്ങനെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും തുറന്നു പറയാൻ ശ്രമിക്കണം, അല്ലാതെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പിന്നെ ഒരു ന്യൂസ് എന്ന് വെച്ചാൽ മദ്യലഹരിയിൽ 16-കാരിക്ക് നേരെ കയ്യേറ്റത്തിന് ശ്രമിച്ച യുവാവ് പോലീസ് പിടിയിൽ. തലയോലപ്പറമ്പ്. മദ്യലഹരിയിൽ ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ആശുപത്രി ഉപകരണങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്ത സംഭവത്തിൽ യുവാവിന് എതിരെ പോലീസ് കേസെടുത്തു. തലയോലപ്പറമ്പ് ഇല്ലിത്തോട് മാവുങ്കൽ പ്രശാന്ത് 34-നെതിരെയാണ് വൈക്കം പോലീസ് കേസെടുത്തത്. ഒന്നില്ലെങ്കിൽ കുടിച്ചാൽ വയറ്റി കിടക്കണം, അടിച്ചാലും മിണ്ടാണ്ട് എവിടെയെങ്കിലും നിൽക്കണം. അത് മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇനിയിപ്പോ എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ കാരണം ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. സന്നിധാനത്തിന് നഷ്ടമായ സ്വർണത്തിന്റെ അളവ് റിപ്പോർട്ടിൽ പരാമർശിക്കുമെന്നാണ് വിവരം. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ പ്രഭാമണ്ഡലത്തിന്റെയും കട്ടിളപ്പാളിയുടെയും പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ഇതിന്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സഹിതമുള്ള റിപ്പോർട്ടുകളും SIT അന്വേഷണ ഉദ്യോഗസ്ഥൻ S ശശിധരൻ കോടതിയിൽ സമർപ്പിക്കുക. അതിനിടെ ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ സ്വർണ്ണപ്പാളികളിലെ കറുത്ത ഭാഗം നെയ്യ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ശ്രീകോവിലിന്റെ മുകളിൽ 3 ഭാഗങ്ങളിലാണ് നിറവ്യത്യാസം കണ്ടിട്ടുള്ളത്. അതുപോലെ US ഇറാൻ ധാരണാപത്രം കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പുനർനിർമ്മാണത്തിനുള്ള ഇറാന് $30,000 കോടി നൽകും. ഇഷ്ടക്കേട് വന്നാൽ വീണ്ടും ഇറാനിൽ ബോംബിടും ട്രംപ്. ധാരണാപത്രം നടപ്പിലാക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറാനിൽ വീണ്ടും ബോംബിടുമെന്നാണ് US പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. ധാരണാപത്രത്തിന്റെ യഥാർത്ഥ ഉള്ളടക്കം ആർക്കും അറിയില്ലെങ്കിലും എല്ലാവരും സന്തുഷ്ടരാണെന്നും വിപണിയിൽ അത് പ്രതിഫലിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. അതുപോലെ വേറൊരു വാർത്തയാണ്, ഹോർമൂസിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് മോദി. അതില് മുമ്പ് ഒമാൻ തീരക്കടലിൽ US സൈനികർ നടപടിയിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് മോദി ഈ ഒരു വിഷയം ഉന്നയിച്ചത്. മോദിയെ തൊട്ട് കളിക്കാൻ ആരെങ്കിലും വന്നാൽ US രംഗത്തിറങ്ങുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ US സഹായത്തിനുണ്ടാകുമെന്നാണ് ചോദ്യത്തോട് ട്രംപ് പ്രതികരിച്ചത്. വൈറ്റ് ഹൗസിൽ ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം ഇന്ത്യക്ക് US-നെ ഒരു നല്ല സുഹൃത്തായി കാണാമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. 4 ദിവസം മുമ്പ് ഒരു ബോംബ് ഇട്ടതാണ് അവർ ഇന്ത്യൻ കപ്പലിന് നേരെ, ഹോർമൂസ് കടലിടുക്ക് നേരെ. സൗഹൃദം തന്നെ ഇനി ഒരു ഇന്ത്യയുടെ നേരെയുള്ള ഒരു യുദ്ധത്തിനാണോ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ബിസിനസ് ന്യൂസ് ആണ്. സ്വർണത്തിന് വീണ്ടും വില കൂടി. 1,10,000 ആയിട്ട് പവന്. ഗ്രാമിന് 13,800 സംതിങ് രൂപയും ആയിട്ടുണ്ട്. ഇത് ഇന്നലത്തെ വൈകുന്നേരം 3 മണിയുടെ വിലയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 4 ദിവസം മുമ്പ് വരെ 1,05,000 4,000-ത്തിനടുത്ത് എത്തിയതാണ്. ഇത് ഒറ്റയടിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു 5,000 സംതിങ് ഇപ്പോൾ വില കൂടിയത്. ഇനിയിപ്പോൾ യുദ്ധം അവസാനിക്കാറായ സമയം കൊണ്ട് ഇനിയിപ്പോൾ രൂപയുടെ മൂല്യം കുറയുകയും ചെയ്യും, സ്വർണത്തിന് ഇനി വില കൂടുകയും ചെയ്യും. അപ്പൊ അടുത്ത നവംബർ വരെ ഇനിയിപ്പോ കൂടിയിട്ട് തന്നെ വരുള്ളൂ. കുറയാൻ ഒരു സാധ്യത ഇനിയിപ്പോ കാണുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്വർണത്തിന്റെ വില കൂടിയത് എന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പം സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും പണയം വെക്കുമ്പോൾ കുറച്ച് തുക ഏറെ കിട്ടും, അല്ലെങ്കിൽ വിൽക്കുമ്പോൾ ഏറെ ഒരു തുക കിട്ടും. ആ ഒരു കാര്യത്തിൽ നല്ലൊരു കാര്യമാണ് കൂടിയത്. പണയം വെക്കുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ മാത്രം വെക്കുക. കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിങ്ങൾ പണയം വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 9% പലിശ. അത് തോന്നിയ എമൗണ്ട് ആണ് ഇവർ ഇടുന്നതും. പക്ഷെ നാഷണലൈസ്ഡ് ബാങ്കിൽ അങ്ങനെയല്ല. 4% മുതൽ 7% വരെയൊക്കെ പലിശയുള്ളൂ. അവരങ്ങനെ കൊള്ള എടുക്കാറുമില്ല. അവരെ നമുക്ക് ചോദ്യം ചെയ്യാനും പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റണമില്ല.
എല്ലാത്തിനും വില കൂടുന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പൊതുവെ പെട്രോളിനാണെങ്കിലും പെട്രോളിന് വില കമ്മിയാക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കുറേയായിട്ട്. പക്ഷെ അതല്ല, നമ്മൾ എന്ത് കറി വെക്കുകയാണെങ്കിലും, നമ്മൾ എന്ത് ഉപ്പേരി വെക്കുകയാണെങ്കിലും, എന്ത് ചെയ്യുകയാണെങ്കിലും, ചിക്കൻ വെക്കുകയാണെങ്കിലും, മീൻ വെക്കുകയാണെങ്കിലും നമുക്ക് എന്തായാലും സവാള ഇല്ലാണ്ട് ഇതൊന്നും നടക്കില്ല. ഉള്ളിക്ക് ഇപ്പം നല്ല വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിലോയ്ക്ക് തന്നെ 250 രൂപ എത്തി എന്നൊക്കെയാണ് പറയണത് ഉള്ളി. അതിലും ആവശ്യമാണ് വെളിച്ചെണ്ണ, അതിലും ഇരട്ടി കൂടിയിട്ടുണ്ട്. അതന്നെ, വെളിച്ചെണ്ണ താരതമ്യേന ഇപ്പൊ കുറച്ച് കമ്മിയാണ്. 600 ഇപ്പൊ 350 400 ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതും വില കൂടുതലാണ്. ഈ 250 രൂപ ഉള്ളി എന്നൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞ മിഞ്ഞാന്ന് ഞാൻ ഉള്ളിയോടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉള്ളി കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്, എന്താ ഉള്ളി വില കൂടിയോ എന്നുള്ളത്. പക്ഷെ ഇന്ന് പേപ്പറിൽ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വില കുതിച്ചുയർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കിലോഗ്രാമിന് 180 രൂപയുണ്ടായിരുന്ന വെളുത്തുള്ളി വില ഇന്ന് ചില്ലറ വിപണിയിൽ 250 രൂപയിലെത്തി. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പല ഗ്രേഡുകളായി തിരിച്ചാണ് കച്ചവടത്തിലും ഭൂരിഭാഗം ആളുകൾക്കും 250 രൂപയാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ചെറിയ ഉള്ളിയിലേക്ക് മാറുകയാണ് ചെയ്യുക കൂടുതലും. അതുപോലെ ഇപ്പം കേരളത്തിലാണെങ്കിലും എല്ലായിടത്തും പകർച്ചവ്യാധികൾ പലവിധം ആണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാവരും നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ചൂടുള്ള ആഹാരം കഴിക്കുക, അതുപോലെ പുറത്തു നിന്നുള്ള മോശമായിട്ടുള്ള പാനീയങ്ങൾ കുടിക്കാതിരിക്കുക, കൂടുതലും തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കുക. കൂടുതലും ഈ കുട്ടികൾക്കാണ് ഇത് കൂടുതലും പിടിപെടുന്നത്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ മരിക്കുന്നതും കൂടുതലും കുട്ടികളാണ്. അതുകൊണ്ട് അതെല്ലാവരും നന്നായിട്ട് കൈകാര്യം ചെയ്യുക. കൈയൊക്കെ നല്ല വൃത്തിക്ക് സൂക്ഷിക്കുക, കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, എല്ലാം സുരക്ഷിതരായിട്ടിരിക്കുക എല്ലാവരും. അടുത്തൊരു ന്യൂസാണ് ടോം ഹോളൻഡും സെൻഡായിയും ഒന്നിച്ചു എന്നുള്ളത്. അതായത് ഒരു ജീവിതത്തിൽ അവർ ഒരുമിക്കുകയാണ്. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കില്ല. അതായത് നമ്മുടെ സ്പൈഡർമാനും മേരി ജെയിനും ഒന്നിക്കാൻ പോവുകയാണ്. അതായത് പുതിയത് ഇപ്പോൾ വരാൻ പോണ ബ്രാൻഡ് ന്യൂ ഹോമിലെ നായകനും നായികയാണ് ജീവിതത്തിൽ അവർ ഒന്നിക്കാൻ പോകുന്നത്. ടോം ഹോളൻഡിന് ഇപ്പോൾ നല്ലൊരു കാലമാണ് കേട്ടോ. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ വലിയ വലിയ ഡയറക്ടർമാരുടെ കൂടെ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് ഒഡൈസി വരുന്നുണ്ട്. അതിലും പ്രധാന റോളാണ് ക്രിസ്റ്റഫർ നോളന്റെ കൂടെ. ആദ്യമായിട്ടാണ് ഒരു ഹോളിവുഡ് മൂവി ഇന്ത്യയിൽ പ്രീമിയർ ചെയ്യണത്. അതും ഹോളിവുഡ് മൂവി, അത് ഗ്രീക്കിന്റെ കഥ പറയണ മൂവി, അത് ഇന്ത്യയിൽ. അത്രയും ഫാൻസ് ആണ് ആ ഡയറക്ടർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അതുപോലെ അപകടത്തിൽപ്പെട്ട സ്ത്രീക്ക് തൻ്റെ ഉടുവസ്ത്രം അഴിച്ചു നൽകിയ ഒരു ആളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഷാജി എന്ന് പറയുന്ന ഒരു ചായക്കടക്കാരനാണ് അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് തൻ്റെ സ്വന്തം ഉടുവസ്ത്രം അഴിച്ചു നൽകിയത്. ഈ ഒരു ലോകത്തിപ്പോൾ സ്ത്രീകളെ കൂടുതലും ആക്രമിക്കുന്നതും അവരെ ഒരുപാട് ഉപദ്രവിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ദുരൂഹ എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ പോലും അതിൻ്റെ വീഡിയോ ആണെങ്കിലും റെക്കോർഡ് ചെയ്യുന്ന മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. എന്തുവാണേലും ഈ ഒരു മനുഷ്യൻ ഇവിടെ ഒരു നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എല്ലാവരും പറയും നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളത് നല്ല സ്നേഹം കൊടുക്കുക എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. അവരൊരു മാനവും അഭിമാനവും എല്ലാവർക്കും ഉണ്ട്, സ്ത്രീക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട്. രണ്ടുപേരെ അതുപോലെ പരിഗണിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇന്നിപ്പോൾ ഫുട്ബോൾ ന്യൂസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് സുപരിചിതമായ ഫാൻസ് ഉള്ള ഒരു ആൾക്കാരല്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന് കളിക്കുന്നത്. രാവിലെ തന്നെ ഗാനയും പനാമയാണ്. ഇവർ രണ്ടുപേരുടെയും കളി ഞാൻ പേഴ്സണലി അങ്ങനെ കണ്ടിട്ടുമില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല. അതുപോലെ ഉസ്ബെക്കിസ്ഥാനും കൊളംബിയാണ്. കൊളംബിയ പിന്നെ അടിച്ചു താർക്കും. ഉസ്ബെക്കിസ്ഥാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അവരുടെ ഇതെന്താണെന്ന് അറിയില്ല. കാരണം ആദ്യമായിട്ട് കളിക്കണവരൊക്കെ ഇപ്പോൾ ഭയങ്കര ഫോമിലാണ്. US ഒക്കെ ഞെട്ടിച്ച് കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ. US കളി ശരിക്കും പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് പോലെ തന്നെയായി. കാരണം US എല്ലാ അമേരിക്കയിലെ പ്രസിഡന്റ് ആയാലും അവിടുത്തെ ടോം ക്രൂയിസ് സൂപ്പർ സ്റ്റാർ ആയാലും ഒക്കെ വന്ന് കളി കാണാൻ വന്നു. അതുകൊണ്ട് കളിനെക്കാട്ടിലും കൂടുതൽ സ്റ്റേജിലായിരുന്നു ക്യാമറ ഉണ്ടായിരുന്നത് മിക്കപ്പോഴും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെയില്ല. നാളെ നമ്മുടെ ഖത്തറിൻ്റെ കളി ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും നമ്മുടെ മലയാളി താരം കളിക്കാൻ നാളെയെങ്കിലും ഇറങ്ങട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ മലയാള മനോരമയിൽ കൂടുതലും ലയണൽ മെസ്സിക്ക് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്ക്. ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന പ്രായം കൂടിയ താരമാണെന്ന റെക്കോർഡും 38-കാരനായ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട്. 2018 33-ാം വയസ്സിൽ ക്രിസ്ത്യാനോ സ്ഥാപിച്ച റെക്കോർഡാണ് മെസ്സി മറികടന്നത്. അപ്പൊ ആളാണ് ഇപ്പൊ ഈ ഒരു സ്പോർട്സ് പേജിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഫ്രണ്ട് പേജിലും സ്പോർട്സ് പേജിലും ഇടയിലൊക്കെ മെസ്സിയാണ് മൊത്തത്തിൽ എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് വലിയ ന്യൂസുകളൊന്നും നമ്മുടെ പത്രവാർത്തയിൽ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് അടുത്ത പത്രവാർത്ത നാളെ നമുക്ക് വീണ്ടും കാണാം.